മോളെന്തിനാ ഈ പണിയൊക്കെ ചെയ്യുന്നേ? ജീവിക്കണ്ടേ ചേച്ചി? മോളുടെ മക്കളും ഭർത്താവും ഒക്കെ എവിടെ? എല്ലാരും ഉണ്ട് ചേച്ചി. അതൊക്കെ പിന്നെ ഒരു ദിവസം പറയാം. മോളുടെ മുഖം കണ്ടാ അറിയാം എന്തോ പ്രശ്നമുണ്ടെന്ന്. പ്രശ്നമൊന്നുമില്ല ചേച്ചി, ലക്ഷ്യം മാത്രമേ ഉള്ളൂ. ആ ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള കഷ്ടപ്പാടില്ല. നീ മറുപടി പറഞ്ഞില്ല. രാവിലെ അവിടെ പോയതാ? സമയമാകുമ്പം പറയാം. എന്നാലും വൈകിട്ടല്ലേ നിന്റെ കോച്ചിങ് ക്ലാസ്? നീ ഈ ബാധിച്ച കാര്യങ്ങളൊന്നും അന്വേഷിക്കണ്ട. ഞാൻ എവിടെ പോകുന്ന അറിഞ്ഞാലും നീ എന്നെ കൊണ്ടുപോടുത്തുള്ളോ? അങ്ങനെയൊന്നുമില്ല. എന്നാ ശരി, നാളെ കാണാം. ആ പിന്നൊരു കാര്യം, നാളെ മുതൽ എന്നെ കൊണ്ടുവിട്ടിട്ടേ എന്നെ ഫോളോ ചെയ്യാൻ വല്ല ഉദ്ദേശം ഉണ്ടെങ്കിൽ അതും കളഞ്ഞേക്ക്. അയ്യോ, അങ്ങനെ ഒരു പ്ലാനും ഇല്ലേ. ഞാൻ പോണു. ദേവു, എന്തിനാ അഞ്ജു? അവളത് കഴിച്ചോട്ടെ. ഞാൻ എന്റെ മോളോടാണ് സംസാരിക്കുന്നത്. തിരിച്ചു കൊടുക്കോച്ചേ. കണ്ടവർ തരുന്നൊന്നും വാങ്ങിച്ചു കഴിക്കരുതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? എനിക്കിത് വാണിയമ്മ എന്താ, ഞാൻ കഴിക്കും. എന്താ ഇവിടെ ഒരു ബഹളം? അമ്മ വാങ്ങിച്ച ചോക്ലേറ്റ് ദേവു കഴിക്കാൻ കുഞ്ഞമ്മ സമ്മതിക്കില്ല. അവള് കഴിച്ചോട്ടെ, നിനക്കെന്താ പ്രശ്നം? എന്റെ മോള് എന്ത് കഴിക്കണം കഴിക്കണ്ട എന്നൊക്കെ ഞാനാ തീരുമാനിക്കുന്നത്. ദേവു, മോളധികം തിരിച്ചു തന്നേക്ക്. വെറുതെ വഴക്ക് വേണ്ട. മോക്ക് മിഠായി അച്ഛൻ വാങ്ങിത്തരും. ഞാൻ തരൂല. പണ്ടു വാണിയമ്മ എനിക്ക് ചോക്ലേറ്റ് വാങ്ങിത്തരാറില്ലേ, പിന്നെ ഇപ്പൊ എന്താ? പണ്ടത്തെ പോലെ അല്ല ഇപ്പൊ. എവിടെ പോന്ന്, എങ്ങനെ പോന്ന്, ആരുടെ കൂടെ പോന്ന് ഒന്നും അറിയില്ല. എങ്ങനെ ഉണ്ടാക്കിയ പൈസ കൊണ്ട് ഈ ചോക്ലേറ്റ് വാങ്ങിയെന്ന് ആർക്കറിയാം? ഇത് കഴിക്കേണ്ട ഗതികേടൊന്നും എന്റെ മോൾക്കില്ല. അഞ്ജു, എന്തൊക്കെയാണ് വിളിച്ചു പറയണേ? ഞാൻ കാര്യം തന്നെയാ പറഞ്ഞത്. ദേവു, നിന്നോട് ഞാനൊരു കാര്യം പറയാം. ഈ സ്ത്രീ വാങ്ങിച്ചിരുന്ന ഒരു സാധനവും കഴിക്കരുത്. കണ്ടാ മിണ്ട് പോലും ചെയ്യരുത്, കേട്ടല്ലോ? അഞ്ജു, നാക്കിന് ഇല്ലില്ലാന്ന് കരുതിയേ വായിലൊന്ന് എല്ലാം വിളിച്ചു പറയരുത്. മൂത്ത മരുമോൾക്ക് കാണിക്കാം. ഞാൻ പറഞ്ഞാലാ കുറ്റം. അവൾ എന്ത് കാണിച്ചെന്നാണ്? ഇനി അതും ഞാൻ ഈ പിള്ളേരുടെ മുമ്പിൽ വെച്ച് പറയണം അല്ലേ? ഇനി എന്റെ പേര് പറഞ്ഞ് നിങ്ങൾ രണ്ടും തമ്മിൽ തല്ലണ്ട. നീ തമ്മള് ദേവുന് ഇനി ഞാനൊന്നും വാങ്ങിക്കൊടുക്കുന്നില്ല. ഇനി അവളുടെ കാര്യത്തിൽ ഞാൻ ഇടപെടുന്നുമില്ല. അങ്ങനെയായാ നിങ്ങൾക്ക് കൊള്ളാം. പിന്നെ അഞ്ജു, നീ നേരത്തെ പറഞ്ഞല്ലോ ഞാൻ എവിടെ പോകുന്നു, എങ്ങനെ പോകുന്നു, ആരുടെ കൂടെ പോകുന്നു എന്നൊക്കെ. ഇനി മേലിൽ ഇങ്ങനെ ഒരു വർത്താനം നിന്റെ വായിന്ന് വീണ അടിച്ച് നിന്റെ കാരണം ഞാൻ പോയിക്കും. കുറച്ച് നിറം നിനക്ക് കൂടുതലുള്ളതുകൊണ്ടേ അടി കിട്ടി ആ പാട് പോവാൻ കുറച്ച് ദിവസം എടുക്കും. വെറുതെ എന്നെ കൊണ്ട് അത് ചെയ്യിക്കരുത്, കേട്ടോടി? അവര് പറഞ്ഞിട്ട് പോയത് കേട്ടാ, എന്റെ കരണം അടിച്ച് പൊളിക്കുന്നു. എന്നിട്ട് നിങ്ങൾക്കൊന്നും പറയാനില്ലേ? ഏട്ടത്തി ഇപ്പൊ പറഞ്ഞിട്ട് പോയതേ ചെയ്ത് കാണിച്ചിരുന്നെങ്കിലേ ഞാനൊരു ഷെയ്ക്കാൻ്റെ കൊടുത്തേ. ഫ്ലവേഴ്സ് 9ാം വാർഷിക നിറവിൽ